ഡൽഹിയിൽ ബി.ജെ.പി. അധികാരം പിടിച്ച് 27 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ അവർ നന്ദി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒന്നുമല്ല. അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന RSSനോടാണ്. കാരണം ഡൽഹിയിൽ മുന്നിൽ നിന്നത് ബി.ജെ.പി. ആണെങ്കിലും പിന്നിലിറങ്ങി കളിച്ചത് ആം ആദ്മി പാർട്ടിയെ കെട്ടുകെട്ടിച്ചത് RSSന്റെ ചില തന്ത്രങ്ങളാണ്. RSS വരച്ച വരയിൽ നിന്നുകൊണ്ടാണ് മോദി പോലും ഡൽഹിയിൽ പ്രചാരണം നയിച്ചത്. എന്തായാലും ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തിരഞ്ഞെടുപ്പുകളിലെ ബി.ജെ.പി. വിജയത്തിന് പിന്നിൽ RSSും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്ന വസ്തുത പ്രതിപക്ഷം പോലും അംഗീകരിക്കുകയാണ്. വോട്ടർമാരുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി ഡൽഹിയുടെ മുക്കിലും മൂലയിലും RSS 50,000 യോഗങ്ങളാണ് വിളിച്ചു ചേർത്തത്. തങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ദില്ലിയിൽ കൂടി ക്ലിക്കായതോടെ RSS അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും എല്ലാം അടക്കി വാഴുന്ന ബീഹാറാണ്. അതിനു പുറമെ ബംഗാളിൽ കൂടി ഇറങ്ങിക്കളിക്കാൻ RSS പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വെറും 8 മാസം മാത്രമാണ്. RSS തങ്ങളുടെ സംഘടനാ സംവിധാനം ഒന്നൊന്നായി അവിടെ പയറ്റാൻ തയ്യാറെടുക്കുകയാണ്. ബി.ജെ.പിയുടെ വിജയം ഉറപ്പാക്കാൻ മിഷൻ തൃശൂൽ എന്ന പേരിലാണ് RSS പുതിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 നിർണായകമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് പദ്ധതിക്ക് മിഷൻ തൃശൂൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. രഹസ്യാത്മക സർവേകളിലൂടെ അസംതൃപ്തരായ വോട്ടർമാരെയും പ്രധാന പ്രശ്നങ്ങളെയും തിരിച്ചറിയുക, ഏറ്റവും സ്വാധീനമുള്ള വിഷയങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് ആഖ്യാനം രൂപപ്പെടുത്തുക. ഈ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ബി.ജെ.പിക്കുള്ള തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അപകട സാധ്യതകളും വിശകലനം ചെയ്യുക എന്നതാണ് RSS ലക്ഷ്യമിടുന്നത്. RSSന്റെ പ്രാദേശിക ശാഖകളെ പ്രയോജനപ്പെടുത്തി അതീവ രഹസ്യമായാണ് സർവേ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ബീഹാറിലുടനീളം ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും RSS ലക്ഷ്യമിടുന്നുണ്ട്. RSS ബീഹാറിലേക്ക് കടക്കുന്നതോടെ വെട്ടിലാകുന്നത് നിതീഷ് കുമാറും JDU എന്ന പാർട്ടിയുമാണ്. കാരണം ബി.ജെ.പിയേക്കാൾ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും അവിടെ മുഖ്യമന്ത്രി കസേരയിൽ നിതീഷ് കുമാറാണ് ഇരിക്കുന്നത്. NDAയിൽ JDUവിന് 48 MLA-മാരാണ് ഉള്ളത് എങ്കിൽ ബി.ജെ.പിക്ക് 84 MLA-മാർ അവിടെയുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ബി.ജെ.പി. തന്നെയാണ്. ലാലു പ്രസാദിന്റെ RJD 72 സീറ്റുകളുമായി അവിടെ 2ാം സ്ഥാനത്താണ്. നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് പിന്തുണയ്ക്കുന്നവർക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാമെന്ന അവസ്ഥയിലാണ് വിലപേശി JDU മുഖ്യമന്ത്രി കസേര അരക്കെട്ടുറപ്പിക്കുന്നത്. ഈ അവസ്ഥ മാറ്റി 100-ലധികം സീറ്റുകളിൽ MLA-മാരെ വിജയിപ്പിച്ച് ബി.ജെ.പി. അധികാര കസേരയിൽ ഇരുത്തുകയാണ് RSSന്റെ ലക്ഷ്യം. ബീഹാറിന് വടക്കൻ ബീഹാർ, ദക്ഷിണ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് RSS കടന്നും കഴിഞ്ഞു. സമഗ്രമായ ബൂത്ത് തല സർവേ അവലോകന യോഗം മാർച്ചിൽ ചേരുവാൻ അവർ തീരുമാനിച്ചു. പിന്നാലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്കും RSS കടക്കും. ബി.ജെ.പി. അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങും മുൻപ് സാഹചര്യം അനുകൂലമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് RSS നിർവഹിച്ചെടുക്കുന്നത്. നേരത്തെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഡ്രോയിങ് റൂം യോഗങ്ങൾ RSS നിർദ്ദേശം നൽകിയിരുന്നു. ഓഫീസുകളും സ്ഥാപനങ്ങളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അയൽക്കൂട്ടങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം യോഗങ്ങൾ നടത്തിയത്. 60,000 യോഗങ്ങളാണ് ലക്ഷ്യമിട്ടത്. ഡ്രോയിങ് റൂം യോഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നിരന്തരം വിശകലനം ചെയ്താണ് RSS പദ്ധതികൾ തയ്യാറാക്കിയത്. ഒരു വിഭാഗം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 2000-ഓളം യോഗങ്ങളാണ് നടത്തിയത്. 4550 യോഗങ്ങൾ സംഘപരിവാറിനും മറ്റു സംഘടനകൾ വഴിയാണ് നടത്തിയത്. ഇതിൽ BMS, സേവാഭാരതി, VHP, ഹിന്ദു ജാഗരൺ മഞ്ച് അടക്കം ഉൾപ്പെടുന്നുണ്ട്. 4 ലക്ഷത്തോളം വോട്ടർമാർ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്തു എന്ന കണക്കുകളും സംഘടന ദില്ലിയിൽ പുറത്തുവിട്ടിരുന്നുണ്ട്.